Hello മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഈ വർഷത്തെ ക്വിസാറ്റ് കാറ്റ് എക്സാമിന്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ക്വിസാറ്റ് കാറ്റ് 2025. സോ ഇതിൽ നമുക്ക് ഏതൊക്കെ എക്സാംസ് ആണ് വരുന്നത്, ഇപ്പോൾ +2 ഈ വർഷം +2 എക്സാം എഴുതി കഴിയുന്നവർക്ക് ഏതൊക്കെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ 10th കഴിഞ്ഞ് +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഈ വർഷം എക്സാം എഴുതി കഴിയുന്നവർക്ക് വേണ്ടി കീം എക്സാമിന്റെയും ക്വാറ്റ് എക്സാമിന്റെയും ഇതുപോലെ ക്വിസാറ്റ് കാറ്റ് എക്സാമിന്റെയും അതുപോലെ നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പുകാർക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് ക്വിസാറ്റ് കാറ്റ് 2025 കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, സോ ക്വിസാറ്റില് നമുക്ക് ഏതൊക്കെയാണ് അക്കാഡമിക് പ്രോഗ്രാംസ് 2025 ഓഫർ ചെയ്യുന്നത് നോക്കാം. അവിടെ നമുക്ക് +2 കഴിഞ്ഞിട്ടുള്ളവർക്ക് ബിടെക് പ്രോഗ്രാം ഉണ്ട്, MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്, ലോ പ്രോഗ്രാം ഉണ്ട്, 5 ഇയർ ഇന്റഗ്രേറ്റഡ് MCA പ്രോഗ്രാം ഉണ്ട്, പിന്നെ BVOC ഉണ്ട്, അതേപോലെ തന്നെ 3 ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വരുന്നുണ്ട്, ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ എഞ്ചിനീയറിംഗ് MTech വരുന്നുണ്ട്, പ്രോഗ്രാംസ് വിത്ത് ഇന്റർനാഷണൽ കൊളാബറേഷൻസ്, അങ്ങനെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അങ്ങനെ കുറെ പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇതിൽ ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ +2 കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ബിടെക് പ്രോഗ്രാംസിലേക്കുള്ള അതിന്റെ എക്സാം, അതേപോലെ തന്നെ MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിനെ കുറിച്ച്. അപ്പൊ അത് രണ്ടുമാണ്. അതായത് ഞാൻ സയൻസ് സ്ട്രീമിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സ്പെസിഫിക്കലി ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഒന്ന് നോക്കാനുള്ളത് +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വരുന്ന ബിടെക് പ്രോഗ്രാം, അതായത് റെഗുലർ പ്രോഗ്രാം ആണ്. 8 സെമസ്റ്റേഴ്സ് വരുന്ന, അതായത് 4 ഇയറിൽ വരുന്ന ബിടെക് പ്രോഗ്രാംസ്. അതിൽ നമുക്ക് ക്വിസാറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മെറൈൻ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഇത്രയും സ്ട്രീംസിലാണ് ബിടെക് പ്രോഗ്രാംസ് ക്വിസാറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വിസാറ്റില് ബിടെക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റ് എക്സാം എഴുതണം. കാറ്റ് എക്സാം എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന് അഡ്മിഷൻ പ്രൊസീജിയർ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ക്വിസാറ്റിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ബിടെക് +2 കഴിഞ്ഞ് നിങ്ങൾ ബിടെക്കിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ട്രീമിലൊക്കെ നിങ്ങൾ ക്വിസാറ്റില് ബിടെക്കിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാറ്റ് എക്സാം എഴുതണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. യെസ്, അടുത്തത് MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ്. അപ്പൊ MSc കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് പോകേണ്ടതല്ലേ? അല്ല, MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇയർ പ്രോഗ്രാം ആണ്. നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യാം. അതിൽ BScയും MScയും വരും. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിഗ്രി എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും PGക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടാണ് വരുന്നത്. അതില് ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇത്രയും സ്ട്രീമിൽ നമുക്ക് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ താല്പര്യമില്ല, എന്നാൽ സയൻസ് വിഷയത്തിൽ ഒരു ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്വിസാറ്റിൽ ഈ പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റ് എക്സാം നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോഗ്രാംസ് ആണ് സയൻസ് സ്ട്രീമിൽ നമുക്ക് വരുന്ന +2 കഴിഞ്ഞ് വരുന്ന പ്രോഗ്രാംസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്കിൽ, അതായത് admissions.qsat.ac.in എന്ന് പറയുന്ന അവരുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, അതേപോലെ അനൗൺസ്മെന്റ്, ഇൻസ്ട്രക്ഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, പ്രോസ്പെക്ടസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മളെ 3 ക്യാമ്പസുകളാണ് കേട്ടോ ഈ ഒരു ക്വിസാറ്റിൽ വരുന്ന. ഒന്ന് മെയിൻ ക്യാമ്പസ് ആണ്, തൃക്കാക്കര വരുന്ന, കളമശ്ശേരി വരുന്ന ക്യാമ്പസ് 1 മെയിൻ ക്യാമ്പസ്. സെക്കൻഡ് ക്യാമ്പസ് വരുന്നത് കുട്ടനാട് ക്യാമ്പസ് ആണ്. കുട്ടനാട് ക്യാമ്പസ് ആണ് ക്യാമ്പസ് 2 ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ മൂന്നാമത്തെ ക്യാമ്പസ് വരുന്നത് ലേക്ക് സൈഡ് ക്യാമ്പസ് ആണ്. അത് നമുക്ക് വരുന്നത് കൊച്ചിയിലാണ് വരുന്നത്. അത് ലേക്ക് സൈഡ് ക്യാമ്പസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ക്യാമ്പസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ ആയിരിക്കും ഈ ഒരു കാറ്റ് എക്സാമിൽ. ഞാൻ പറയാണ്, കാറ്റ് എക്സാം ഈ ഒരു കോഴ്സിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ള ഒരുപാട് കോഴ്സസിനുണ്ട്. സ്പെസിഫിക്കലി ഞാൻ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന +2 സയൻസ് കഴിഞ്ഞവർക്കുള്ള എക്സാമിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് അത് മാത്രം റെഫർ ചെയ്ത് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ 3 ക്യാമ്പസ് ആണ് കേട്ടോ വരുന്നത്. ഇനി അഗെയിൻ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്, എക്സാമിന് ഓൺലൈൻ ആയിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലിങ്കിൽ കൂടെ, അതായത് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അതൊരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. അതിൽ ആ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് എക്സാം എഴുതാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി എൻട്രൻസ് എക്സാം എങ്ങനെയായിരിക്കും. അപ്പൊ ഇതിനകത്ത് അവർക്ക് കുറെ അധികം ടെസ്റ്റ് കോഡുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ബിടെക്കിൽ ജോയിൻ ചെയ്യണം, അതായത് ബിടെക് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യാനും അതേപോലെ MSc 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് ഇതിലൊക്കെ ആണെങ്കിൽ ഇതിൽ ടെസ്റ്റ് കോഡ് 101 ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. വേറെയും ടെസ്റ്റുകൾ വരുന്നുണ്ട് ഓരോ കോഴ്സിനനുസരിച്ചിട്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആയിരിക്കും സബ്ജക്ട് ഉണ്ടാവുക. നമ്മൾ കീം എക്സാം ഒക്കെ പോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രി മാത്സും വരും. അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ 75, കെമിസ്ട്രിയിൽ 60, മാത്സിൽ 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാർക്കും അതിന്റെ ഒപ്പം തന്നെ അവിടെ തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും എത്ര മിനിറ്റ് ആണെന്നുള്ളതും ആ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാറ്റേണിലായിരിക്കും നമുക്ക് എക്സാം വരിക. നമ്മൾ പഠിച്ചിട്ടുള്ള +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ നമുക്ക് +2 കഴിഞ്ഞിട്ട് സയൻസ് സ്ട്രീമിൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് എൻട്രൻസ് എക്സാം ഉണ്ട്. ഏതിനാണെങ്കിലും നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും തന്നെ ഒബ്ജക്റ്റീവ് ലെവൽ, അതായത് ആ ഒരു എക്സാം ലെവലിൽ പഠിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സാംസ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഒരു അപ്ഡേറ്റും കൂടി പറയാം. കുറെ പേർക്ക് ഡൗട്ട് ഉള്ളതാണ് ഈ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിൽ നമുക്ക് ഈ 5 വർഷവും പഠിക്കണോ അതോ ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് MScയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് 6 സെമസ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BScയുടെ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, 6 സെമസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത. ഇനി നമ്മൾ 8 സെമസ്റ്റേഴ്സിലാണ് ഇറങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴും BSc ഓണേഴ്സ് അല്ലെങ്കിൽ BSc ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കിട്ടും. അതല്ല നമ്മൾ കംപ്ലീറ്റ്, കാരണം അത് 5 വർഷത്തെ പ്രോഗ്രാം, അതായത് 10 സെമസ്റ്റേഴ്സ് വരെ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റും 10 സെമസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് MSc ഇത് കിട്ടുക. അതല്ലാതെ 6 സെമസ്റ്റേഴ്സിലും 8 സെമസ്റ്റേഴ്സിലും നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇന്റഗ്രേറ്റഡ് MScയിൽ ഉണ്ട്. ഓക്കെ, ബിടെക് പിന്നെ നമുക്ക് 4 ഇയേഴ്സ് വരുന്ന, അതായത് 8 സെമസ്റ്റേഴ്സ് വരുന്ന കോഴ്സ് ആയിരിക്കും. അപ്പൊ +2 സയൻസ് കഴിഞ്ഞ് ക്വിസാറ്റില് ബിടെക്കോ MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്കിൽ പോവുക. ലിങ്കിൽ പോയിട്ട് വെബ്സൈറ്റ് പോയി അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഓൺലൈൻ അപ്ലൈ ചെയ്യുക. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.